ഫിഫയുടെ പ്രധാനപ്പെട്ട ടൂർണമെന്റുകളുടെ വാണിജ്യാവകാശങ്ങളിൽ സ്വകാര്യ നിക്ഷേപകരെ പങ്കാളികളാക്കാനുള്ള ഫിഫയുടെ വിവാദ നീക്കം പാളി. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഇതിലൂടെ ഉണ്ടായത്. ഫിഫയിലെ 211 അംഗ അസോസിയേഷനുകളിൽ നിന്നുയർന്ന എതിർപ്പുകളും മുതിർന്ന ഉപദേഷ്ടാവ് കാർലോസ് കോർഡയുടെ രാജിയും ഈയൊരു തീരുമാനങ്ങളിലൊക്കെ തന്നെയും നിർണായകമായി മാറി. പ്രധാന ടൂർണമെന്റുകളുടെ വാണിജ്യ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ $2000 കോടി ഫിഫ ഫോർവേഡ് എന്റർപ്രൈസ് എന്ന പുതിയ പദ്ധതി രൂപീകരിച്ച് 20% ഓഹരികൾ സ്വകാര്യ നിക്ഷേപകർക്ക് വിൽക്കാനുള്ള ഫിഫയുടെ പദ്ധതിക്കെതിരെ ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ സംഘടനകൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ലോകകപ്പിന്റെ വാണിജ്യ നിയന്ത്രണം സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നത് ഫുട്ബോളിന്റെ സുതാര്യത തകർക്കുമെന്ന് ഫുട്ബോൾ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. പദ്ധതിയിൽ പ്രതിഷേധിച്ച് മുതിർന്ന ഉപദേഷ്ടാവ് കാർലോസ് കോർഡോറെ രാജിവെച്ചതോടെ വിവാദം രൂക്ഷമായി. പദ്ധതി പ്രഖ്യാപിച്ച് 4 ദിവസത്തിനകം ഫിഫ പിന്മാറുകയും ചെയ്തു. ഫിഫ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതനായത് ഇൻഫാന്റിനോയ്ക്ക് വലിയ തിരിച്ചടിയായി. ലോക ഫുട്ബോളിന്റെ ഏകകണ്ഠമായ എതിർപ്പിനു മുന്നിൽ ഫിഫയ്ക്ക് വഴങ്ങേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന സംഭവമായും കണക്കാക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജനം.